പക്ഷെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഏറ്റവും ഭീകരമായൊരു വിഷയമല്ലേ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന ഈ നിർമ്മാണത്തിലെ അഴിമതിയും തകർച്ചയും? ദേശീയപാത നിർമ്മാണവുമായി അതുവരെ ദേശീയപാത എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം അക്കൗണ്ടിലാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ തകർച്ച അങ്ങ് ആരുടെ അക്കൗണ്ടിലാണ് പെടുത്തുന്നത്? ഈ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനും ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത്. സാധ്യതയില്ലേ മുഖ്യമന്ത്രിക്ക് ഇവിടെ വരുമ്പോൾ അവിടെ ഒന്ന് കാണാൻ? അവർ ഈ നാട്ടിലെ വോട്ടർമാരല്ലേ? ഈ ദിവസം ഇത്രയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ല ദേശീയപാത അതോറിറ്റി ഒന്ന് പരിശോധിക്കണമെന്ന്. കഴിഞ്ഞ ദിവസം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു അതല്ല ശരിയായിക്കോളും എന്നാ പറഞ്ഞത്. ഏതാ ശരിയാവുക? ഇതിന്റെ പിന്നിൽ അഴിമതികളോ? ഇത് ഡിസൈൻ തകരാറായി നിർമ്മിച്ചതോ? ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളോ? അതല്ല ശരിയായിക്കൊള്ളാമെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത്? അങ്ങ് പറഞ്ഞില്ല. പക്ഷേ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പറഞ്ഞിട്ടാണ് 3 ദിവസമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാൻ കേരളത്തിൽ ഇരുന്ന് കൂട്ടുകയും കിഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നിങ്ങൾ ഈ കഴിഞ്ഞ 9 മാസക്കാലത്ത് എൻ്റെ മിസ്റ്റർ പിണറായി, അറേബ്യൻ നാട്ടുകളിലെ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവന്നാലും നിങ്ങളുടെ കയ്യിലെ പാപക്കറകൾ കഴുകിക്കളയാൻ കഴിയില്ല എന്ന് മേക്ബത്തിലെ പ്രയോഗം ഞാനിവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ രീതികളാണ് ഞാൻ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും, മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉണർത്തുപാട്ട്, സിനിമകൾ ഒക്കെ ആവാം. പക്ഷെ ഇത് കാണുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ.